നമസ്കാരം. ഞാനിപ്പോൾ നമ്മുടെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, ഹിന്ദുക്കൾ ഉണരണം, ഹിന്ദുക്കൾ ഉണരണം, ഹിന്ദുക്കൾ ഉണർന്നാലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ. ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ഉറപ്പായിട്ട് എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ ഓരോ ഹിന്ദുവും ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമായിരിക്കണം. എല്ലാ ഹിന്ദു സഹോദരങ്ങളും ഇത് നന്നായിട്ട് ചെവികൊള്ളണം. നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് ആലോചിക്കണം, ചിന്തിക്കണം. ഇല്ലെങ്കിൽ നമ്മളുടെ അടുത്ത തലമുറ ഇതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും BJP RSSകാർ പറയാറുണ്ട് ഹിന്ദുക്കൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന്. കാരണം ഹിന്ദുക്കളെല്ലാവരും ഉണർന്ന് ഇലക്ഷനിൽ വോട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഹിന്ദു ഭരണം ഇന്ത്യയിൽ ഉണ്ടാവണം. ആ ഹിന്ദു ഭരണത്തിലൂടെയാണ് നമുക്ക് സ്വർഗതുല്യമായ ഒരു രാജ്യത്തിനെ കെട്ടിപ്പടുക്കാൻ പറ്റുകയുള്ളതെന്ന്. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും, ഞാനൊരു ഹിന്ദുവായിട്ട് ജനിച്ച മനുഷ്യനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കിപ്പോൾ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇപ്പോൾ ഹിന്ദുക്കളല്ലേ ഭരിക്കുന്നത്? കാരണം ഇപ്പം രാഷ്ട്രപതി എടുത്തു കഴിഞ്ഞാൽ പുള്ളി ഹിന്ദുവാണ്, ഉപരാഷ്ട്രപതി എടുത്തു കഴിഞ്ഞാൽ പുള്ളി ഹിന്ദുവാണ്, RSSുമാണ്, പ്രധാനമന്ത്രി എടുത്തു കഴിഞ്ഞാൽ പുള്ളി ഹിന്ദുവാണ്. ഈ ക്യാബിനറ്റിലുള്ള ഒരു 99% മന്ത്രിമാരെ എടുത്തു കഴിഞ്ഞാലും അവരെല്ലാം ഹിന്ദുക്കൾ തന്നെയാണ്. മിക്കവാറും എല്ലാ നേതാക്കന്മാരും ഹിന്ദുക്കൾ തന്നെയാണ്. പിന്നെ എന്ത് ഹിന്ദു ഭരണം വരണം, എങ്ങനെ ഉണരണം എന്നതാണ് എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഒരു ഹിന്ദുവായി ജനിച്ച എനിക്കത് തോന്നും. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവർ പറയുന്ന ഹിന്ദു ഭരണം എന്ന് പറയുന്നത്, ഹിന്ദു ഉണരണം എന്ന് പറയുന്നത് മനുസ്മൃതി അനുസരിച്ചിട്ടുള്ള ഒരു ഭരണം. ഇപ്പം അത് പറ്റിയിട്ടില്ല. കാരണം ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് ഒരു മനുസ്മൃതിക്ക് അനുസൃതമായിട്ടുള്ള ഒരു ഭരണം കൊണ്ടുവരണമെന്നതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ഭരണം ഇവിടെ ഉണ്ടായിരുന്നു, നമ്മളൊക്കെ പണ്ട് കേട്ടിട്ടേ ഉള്ളൂ. കാരണം നമ്മളത് അനുഭവിച്ചിട്ടില്ല, നമ്മളുടെ തലമുറ. കാരണം ഞാനും നിങ്ങളും, നിങ്ങളുടെയും എൻ്റെയും അമ്മമാരും പെങ്ങന്മാരും ഒക്കെ മറയ്ക്കാൻ പോലും പറ്റാതെ ഇവിടെ മറ്റുള്ള വരേണ്യവർഗത്തിൻ്റെ കീഴിൽ അടിമപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ട്. അതാണ് ഈ മനുസ്മൃതിക്ക് അനുസൃതമായിട്ടുള്ള ഭരണ രീതി എന്ന് പറയുന്നത്. അത് നമ്മളിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ കുറ്റം പറഞ്ഞാലും കോൺഗ്രസ്സുകാരെ കുറ്റം പറഞ്ഞാലും അവരൊക്കെ ചെയ്യുന്നത് അതാണ് ഇതാണ്, അവരൊക്കെ അഴിമതി നടന്നു, അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരു കാര്യം ഉറപ്പാണ്, അവരാണ് നമുക്ക് ഇന്ന് കിട്ടിയ, എൻ്റെയും നിങ്ങളുടെയും പെങ്ങന്മാർക്കും അമ്മമാർക്കും നമ്മൾ റോഡിൽ കാണുന്ന ഓരോ മനുഷ്യർക്കും ഇന്ന് കിട്ടിയ പല സ്വാതന്ത്ര്യങ്ങളും ഉണ്ടാക്കി തന്നതെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നമ്മൾ ഉണരേണ്ട സമയമായി. നമ്മൾ ഓരോ ഹിന്ദുവും ഉണരണം. ഇത് ഉണർന്നില്ലെങ്കിൽ വീണ്ടും ഒരു 50-70 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അനുഭവിച്ച, നമ്മളുടെ മുൻ തലമുറ, എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ മുത്തശ്ശിയും എൻ്റെ മുത്തച്ഛനും ഒക്കെ അനുഭവിച്ച ആ അടിമ ജീവിതത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അതുകൊണ്ട് ഇവർ പല മോഹന വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ട് ഈ BJP RSSകാർ നമ്മളുടെ അടുത്തേക്ക് വരും. നമ്മൾ ഉണരണം, ഓരോ ഹിന്ദുവും ഉണരണം. ഓരോ ഹിന്ദുവും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ വീണ്ടും പഴയ വിവേകാനന്ദൻ പറഞ്ഞ ഭ്രാന്താലയങ്ങളുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകും. അതുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് എല്ലാ ഹിന്ദുക്കളോടും, എൻ്റെ എല്ലാ ഹിന്ദു സഹോദരങ്ങളോടും പറയാനുള്ളതാണ്, നമ്മൾ ഓരോ ഹിന്ദുവും ഉണരേണ്ട സമയമാണിത്. ഈ ഇലക്ഷനിൽ ഉണർന്ന് പ്രവർത്തിക്കണം. ദയവേത് ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങളല്ലെങ്കിൽ മനുസ്മൃതിയും അതുമായിട്ട് ബന്ധപ്പെട്ട പണ്ടത്തെ ഭരണരീതികളെയും പറ്റി നിങ്ങളൊന്ന് പഠിക്കാനെങ്കിലും ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഉണരേണ്ട സമയമായി, ഓരോ ഹിന്ദുവും ഉണരേണ്ട സമയമാണെന്ന് തിരിച്ചറിയുക. താങ്ക്സ്.